യേശു. ആരിലും വലിയവൻ വലിയവൻ യേശു. യേശു ആരിലും വലിയവൻ വലിയവൻ, ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ, സൗഖ്യദായകൻ പാപമോചകൻ, യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ, കരുണാമയൻ സ്നേഹഗായകൻ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവിൽ പ്രിയപ്പെട്ടവരെ, വചന ശുശ്രൂഷയിലേക്ക് വലിയ സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ 15 നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെ കടന്നു പോകുക. പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ ഒരുക്കമാണ് 15 നോമ്പ് തിരുനാൾ. അപ്പം നോമ്പെടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന ദിവസങ്ങളാണിത്. അനേകർ നോമ്പെടുത്ത് ജപമാലയൊക്കെ ചൊല്ലി ഒത്തിരിയേറെ തീഷ്ണമായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് വിധേയപ്പെട്ട മറ്റൊരു വ്യക്തിയില്ല. പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ മഹിമ എന്ന് പറയുന്നത് ദൈവഹിതത്തിന്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മ തന്നെ താഴ്ത്തി സമർപ്പിച്ചു. ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ മാതാവിന് പ്രത്യക്ഷപ്പെട്ടിട്ട് മംഗളവാർത്ത അറിയിക്കുന്നുണ്ട്. ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി. ദൈവദൂതൻ പരിശുദ്ധ മാതാവിനെ അഭിവാദ്യം ചെയ്തു. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ഒരുപക്ഷെ പരിഭ്രമം തോന്നിയിട്ടുണ്ട്, ഭയമൊക്കെ തോന്നിക്കാണും. കാരണം സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ വന്നാണ് പരിശുദ്ധ കന്യകാമറിയത്തെ അഭിവാദനം ചെയ്യുന്നത്. മാനവ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിൽ പിറക്കാനിരിക്കുന്ന യേശുവിൻ്റെ അമ്മയാകാൻ പോകുന്നു എന്നുള്ള വലിയ ആ സന്തോഷത്തിൻ്റെ വാർത്ത മറിയത്തെ അറിയിക്കുവാനായിട്ടാണ് ഗബ്രിയേൽ ദൂതൻ കടന്നു വന്നത്. ഗബ്രിയേൽ ദൂതൻ ആ ദൈവിക സന്ദേശം മറിയത്തിന് കൊടുത്തു. നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കും, ഒരു പുത്രനെ പ്രസവിക്കും, അവൻ യേശുവെന്ന പേരിടണം. ആ സ്വർഗത്തിൻ്റെ വലിയ സന്തോഷത്തിൻ്റെ വാർത്ത പരിശുദ്ധ മറിയം കേട്ടപ്പോൾ തന്നെ മറ്റൊന്നും പരിശുദ്ധ മറിയം ചിന്തിക്കുന്നില്ല. അമ്മ പറയുന്നു, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ ഹിതം പോലെ നടക്കട്ടെ. അപ്പോൾ ദൈവഹിതത്തിന്, ദൈവേഷ്ടത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കപ്പെട്ട വ്യക്തിയാണ് പരിശുദ്ധ മറിയം. മനുഷ്യരെല്ലാവരും, നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടെ, നമ്മുടെ ഇഷ്ടം നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടം, ശരീരത്തിൻ്റെ ഇഷ്ടം, കണ്ണുകളുടെ ഇഷ്ടം, നമ്മുടെ ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ നടക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. അങ്ങനെ ആകാതെ ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്യേണ്ടവരാണ് ഓരോ വിശ്വാസിയും. പരിശുദ്ധ അമ്മയുടെ പൂർണ്ണമായ സമർപ്പണമാണത്. ഇതാ കർത്താവിൻ്റെ ദാസി. ദൈവത്തിൻ്റെ ഹിതം, ദൈവേഷ്ടം എന്നിൽ നിറവേറട്ടെ. പൂർണ്ണമായിട്ട് തന്നെ സമർപ്പിക്കുന്ന പരിശുദ്ധ അമ്മ. ഈ 15 നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെ
നമ്മൾ കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ ജപമാല ചൊല്ലുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്, ഒരുപക്ഷെ പരിത്യാഗത്തിൻ്റെ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നല്ലത് തന്നെ. ഇതിലുപരിയായിട്ട് ദൈവത്തിൻ്റെ ഹിതം നമ്മിൽ നിറവേറുവാൻ നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കേണ്ട സമയമാണിത്. ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ മനസ്സ്, അത് നമ്മിൽ നിറവേറുക. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ്റെ അമ്മയും സഹോദരനും വന്ന് പുറത്തു നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളയച്ചു. ജനക്കൂട്ടം അവന് ചുറ്റും ഇരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, നിൻ്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു. അവൻ ചോദിച്ചു, ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? ചുറ്റും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ഈശോ വലിയ ഒരു ജനക്കൂട്ടത്തോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ ചുറ്റും വലിയ ഒരു ജനാവലിയുണ്ട്. യേശു എവിടെ ചെന്നാലും യേശുവിൻ്റെ ചുറ്റും ജനം ഒത്തുചേർന്നു. കാരണം ജനത്തിൻ്റെ ആഗ്രഹം എന്താണ്? സൗഖ്യം വേണം, അനുഗ്രഹം വേണം, വിടുതൽ വേണം. അതിനുവേണ്ടി ജനം യേശുവിൻ്റെ പിന്നാലെ എപ്പോഴുമുണ്ട്. യേശു ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങൾ കാണുവാനായിട്ട് യേശുവിൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നവരുമുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളും യേശുവിൻ്റെ ചുറ്റും കൂടിയിരിക്കുക. അപ്പോഴാണ് പരിശുദ്ധ അമ്മയും സഹോദരീ സഹോദരങ്ങളും വന്നു നിൽക്കുന്നു. ആരോ യേശുവിനെ വിവരം അറിയിക്കുന്നു, അമ്മയും സഹോദരീ സഹോദരങ്ങളും വന്നിട്ടുണ്ട് നിന്നെ കാണുവാനായിട്ട്. യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തിൻ്റെ ഏറ്റവും വലിയ മഹിമയെന്ന് പറയുന്നത് യേശുവിൻ്റെ അമ്മയാകുവാൻ പരിശുദ്ധ മറിയത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ അമ്മയാകുവാൻ ഈ ഭൂമിയിൽ ഭാഗ്യം ലഭിച്ച പരിശുദ്ധ മറിയം, അമ്മയുടെ ഗർഭപാത്രത്തിലാണ് പരിശുദ്ധാത്മാവിനാൽ യേശു ഗർഭം ധരിക്കുന്നത്. യേശുവിനെ ഉള്ളിൽ വഹിച്ച അമ്മ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലുമൊക്കെ വളർത്തിയ പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയ്ക്ക് യേശുവിന് വലിയൊരു സ്വാധീനമുണ്ട്. ബാല്യകാലത്ത് യേശുവിൻ്റെ ജീവിതത്തെ ആത്മീയമായിട്ടൊക്കെ നയിച്ചത് പരിശുദ്ധ അമ്മ തന്നെയാണ്. പരിശുദ്ധ അമ്മയുടെ വലിയ മഹത്വം അതാണ്. യേശുവിൻ്റെ അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. ഇവിടെ യേശു ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ആരാണ് എൻ്റെ അമ്മ? ആരാണ് എൻ്റെ സഹോദരൻ? ആരാണ് എൻ്റെ സഹോദരി? ഇതൊരിക്കലും പരിശുദ്ധ അമ്മയെ ചെറുതാക്കാനായിട്ട് യേശു പറഞ്ഞതല്ല. വലിയ ഒരു ആത്മീയ രഹസ്യം മാനവരാശിക്ക് വേണ്ടി, ഓരോ വിശ്വാസിക്കും വേണ്ടി യേശു അവിടെ വെളിപ്പെടുത്തി തരികയാണ്. ആരാണ് എൻ്റെ അമ്മ? ആരാണ് എൻ്റെ സഹോദരൻ? ആരാണ് എൻ്റെ സഹോദരി? യേശു അതിന് ഉത്തരം നൽകുന്നുണ്ട്. ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും എൻ്റെ അമ്മയും. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ, ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് വിധേയപ്പെടുന്ന വ്യക്തിയാണ് എൻ്റെ അമ്മയുടെയും സഹോദരി സഹോദരിയുടെ സ്ഥാനത്ത് വരുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഇനി നിങ്ങൾ ദാസന്മാരല്ല, എൻ്റെ സ്നേഹിതന്മാരാ.
സ്നേഹിതന്മാരുടെ പദവിയിലേക്ക് അപ്പസ്തോലന്മാർ ഉയർത്തപ്പെടുകയാണ്. ഒരു സ്നേഹിതനുമായിട്ടാണ് സാധാരണ എല്ലാ രഹസ്യങ്ങളും ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളും അല്ലെ സ്വപ്നങ്ങളും ഒക്കെ പലരും പങ്കുവയ്ക്കുന്നത് നല്ല സ്നേഹിതരോടാണ്. അവൻ നല്ലൊരു സ്നേഹിതനാകണമെങ്കിൽ, നല്ലൊരു സഹോദരനായിരിക്കണമെങ്കിൽ, സഹോദരിയാകണമെങ്കിൽ, അമ്മയാകണമെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്ന വ്യക്തിയായിട്ട് മാറുക, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന്, ദൈവഹിതത്തിന് കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. നമ്മളൊക്കെ നമ്മുടെ ഇഷ്ടങ്ങൾ നടക്കാൻ വേണ്ടി ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നവരാണ്. ഉപവാസവും പ്രാർത്ഥനയൊക്കെ എടുക്കാറുണ്ട് നമ്മൾ. എന്തിനാണ്? നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാധിച്ചു കിട്ടാൻ വേണ്ടി. ആത്യന്തികമായിട്ട് ദൈവത്തിൻ്റെ ഹിതം അത് നമ്മിൽ നടക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മൾ വളരണമെങ്കിൽ നമ്മൾ നല്ലൊരു ആത്മീയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് മാറണം. ജഡിക മനുഷ്യനിൽ നിന്ന് ആത്മീയ മനുഷ്യൻ്റെ വലിയ ഒരു ലെവലിലേക്ക് നമ്മൾ വളർന്നു വന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് വിധേയപ്പെടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. വീണ്ടും ലൂക്കാ സുവിശേഷത്തിൽ യേശു ഇപ്രകാരം പറയുന്നു. ലൂക്കാ 8:19, 20, 21 വചനങ്ങൾ. അവൻ്റെ അമ്മയും സഹോദരനും അവനെ കാണാൻ വന്നു. എന്നാൽ ജനക്കൂട്ട നിമിത്തം അവൻ്റെ അടുത്ത് എത്താൻ അവർക്ക് കഴിഞ്ഞില്ല. നിന്റെ അമ്മയും സഹോദരൻ നിന്നെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നുവെന്ന് അവർ അവനെ അറിയിച്ചു. അവൻ പറഞ്ഞു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും. ദൈവവചനം ശ്രവിക്കുന്നവർ, അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ. യേശു വ്യക്തമായിട്ട് അവിടെ പറയുകയാണ്, ആര് എൻ്റെ വചനം ശ്രവിച്ച് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നുവോ, വചനമനുസരിച്ച് ആര് ദൈവഹിതത്തിന് തന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നുവോ, അവരാണ് എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ. അപ്പം ഈ ലോകത്തിൽ മാമോദീസായിലൂടെ ക്രിസ്ത്യാനിയായി തീർന്ന ഓരോ വ്യക്തിയും എത്രമാത്രം ഉന്നതമായ സ്ഥാനത്തേക്കാണ് ദൈവം വിളിക്കുന്നത്. എത്രമാത്രം ഉന്നത സ്ഥാനമാണ്. യേശുവിൻ്റെ അമ്മയായി, യേശുവിൻ്റെ സഹോദരനായി, സഹോദരിയായിട്ട് നമ്മളെ യേശു സ്വീകരിക്കുക. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുക, വചനം അനുസരിക്കുക. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 23-ാമത്തെ വചനം പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. യേശുവിനെ നീ സ്നേഹിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ വചനം പാലിക്കണം. യേശുവിനെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും യേശുവിൻ്റെ വചനത്തെ നിഷേധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നീ യേശുവിൽ നിന്ന് അകന്നാണ്. യേശുവിനെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ വചനത്തിന് നമ്മൾ വില കൊടുക്കുന്നവരാവണം. യേശുവിൻ്റെ വചനത്തിന് എത്രമാത്രം നമ്മൾ വില കൊടുത്ത് അംഗീകരിച്ച് അനുസരിച്ച് ജീവിക്കുന്നുവോ അതനുസരിച്ച് നമ്മുടെ ജീവിതം മുഴുവൻ എല്ലാ മേഖലകളിലും ആത്മീയ ഭൗതിക ജീവിത തലങ്ങളിൽ നമ്മൾ കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ.
വെളിപാട് പുസ്തകത്തിൽ 1:3 പറയുന്നുണ്ട്, ഈ പ്രവചനഗ്രന്ഥത്തിലെ വചനങ്ങൾ വായിക്കുന്നവർ, കേൾക്കുന്നവർ, അനുസരിക്കുന്നവർ അനുഗ്രഹീതരാകും. യേശുവിൻ്റെ പ്രിയപ്പെട്ടവരായിട്ട് മാറണമെങ്കിൽ യേശുവിൻ്റെ വചനം അനുസരിക്കാനുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കണം. യേശുവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. യേശുവിൻ്റെ വചനം നമ്മിലുണ്ടാവണം. വചനം നമ്മിൽ മാംസം ധരിക്കണം എന്ന് പറഞ്ഞാൽ വചനത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കണം. ദൈവത്തിൻ്റെ ഹിതം, വിൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്യുക, നമ്മളെ തന്നെ ഒരടിമയെപ്പോലെ വിട്ടുകൊടുക്കുക. ഇതാ കർത്താവിൻ്റെ ദാസി. ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വചനം പറയുന്നുണ്ട്, എൻ്റെ ദാസീദാസന്മാരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. എൻ്റെ ദാസീദാസന്മാരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ആര് ദാസനായിട്ട് ദാസിയായിട്ട് സ്വയം സമർപ്പിക്കുന്നുവോ, വിട്ടുകൊടുക്കുന്നുവോ ദൈവഹിതത്തിന്, അവരുടെ മേലാണ് ആത്മാവ് ആവസിക്കുന്നതും ആത്മാവ് അവരെ നയിച്ചു കൊണ്ടുവരിക്കും. ഇവിടെ പൂർണ്ണമായ ഒരു വിധേയപ്പെടൽ, ഒരു സമർപ്പണം, ദൈവഹിതത്തിന് തന്നെ തന്നെ അടിയറ വയ്ക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമകളായിട്ട് ഓരോ വിശ്വാസിയും മാറേണ്ടിയിരിക്കുന്നു. അങ്ങനെ വിശ്വാസി മാറിയെങ്കിൽ മാറുന്ന വ്യക്തിയെ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങും. എൻ്റെ ദാസന്മാരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസനായി, ദൈവത്തിൻ്റെ ദാസിയായിട്ട് മാറുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവഹിതം നമ്മിൽ നടക്കട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അതെൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ശുശ്രൂഷകളിൽ നടക്കട്ടെ എന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റണം. അത് നമ്മുടെ ആഗ്രഹങ്ങൾക്കല്ല കൂടുതൽ വില കൊടുക്കേണ്ടത്. ദൈവത്തിൻ്റെ ആഗ്രഹം എന്നിൽ നടക്കുന്നതിന് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കണം, അതിന് വില കൊടുക്കണം. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നുണ്ട്, യേശു മാനവരാശിയുടെ പാപപരിഹാരത്തിന് വേണ്ടി ബലിയായി തീരാൻ പോകുന്നതിന് മുൻപ് ഗെത്സമൻ തോട്ടത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. തൻ്റെ ശിഷ്യന്മാർ കൂടെയുണ്ട്. നമ്മൾ വായിക്കുന്നത് ലൂക്കാസ് സുവിശേഷം 22 ഗെത്സമനിലെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. യേശു രക്തം വിയർത്ത് പ്രാർത്ഥിക്കുക. അപ്പസ്തോലന്മാരോട് പറയുക, നിങ്ങൾ 1 മണിക്കൂറെങ്കിലും എന്നോടുകൂടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് യേശു ഒരു കല്ലേറ് ദൂരം മാറിയിരുന്ന് പ്രാർത്ഥിക്കുക. യേശു രക്തം വിയർത്ത് പ്രാർത്ഥിക്കുകയാണ്. ആ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുമ്പോൾ മാനവരാശിയുടെ ആ പാപം മുഴുവൻ മുന്നിൽ കണ്ട് അനുഭവിക്കാൻ പോകുന്ന പീഡകൾ, വേദനകൾ, അതെല്ലാം മനസ്സിൽ കൺമുമ്പിലെല്ലാം യേശു കാണുകയാണ്. വരാനിരിക്കുന്ന പീഡാസഹനം, ആ പാപത്തിൻ്റെ ആ ചുമടോർത്ത്, അത് വഹിക്കേണ്ടതോർത്ത് യേശു രക്തം ചുന്തി പ്രാർത്ഥിക്കുക. ശരീരത്തിലൂടെ വേർപ്പ് രക്തമായിട്ട് ഒഴുകുകയാണ്. അത്രമാത്രം മാനസിക വ്യഥയിൽ യേശു പ്രാർത്ഥിക്കുകയാണ്. ലൂക്കാ 22:42 പറയുന്നു, യേശു ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന്
അകറ്റണമേ. എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. അത് പിതാവിൻ്റെ ഹിതമായിരുന്നു. മനുഷ്യനായി, അതായത് ജഡരൂപത്തിൽ, ഫ്ലഷായി, മാംസരൂപത്തിൽ ഒരു മനുഷ്യനായിട്ട് പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ ഭൂമിയിൽ യേശു പിറന്നു. അത് ദൈവപിതാവിൻ്റെ ഹിതമായിരുന്നു. അവിടെ ദൈവപിതാവിൻ്റെ ഹിതത്തിന് യേശു വിധേയപ്പെട്ടു. ജഡരൂപത്തിൽ ഈ ഭൂമിയിലേക്ക് വരിക, മനുഷ്യനായിട്ട് അവിടുന്ന് പിറന്നു, മനുഷ്യരൂപമെടുത്തു. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സങ്കടങ്ങളും വേദനകളും പീഡകളും എല്ലാറ്റിലൂടെ യേശു ജീവിതത്തിൽ കടന്നുപോയി. വിശപ്പും ദാഹവും എല്ലാം യേശു അനുഭവിച്ചു. സങ്കടങ്ങളും നൊമ്പരങ്ങളും എല്ലാം അനുഭവിച്ച യേശു കടന്നുപോയത്. അത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. ഗെത്സമനിയിൽ യേശു രക്തം വിയർത്ത് പ്രാർത്ഥിക്കുമ്പോൾ പറയുക, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഇതായിരുന്നു യേശുവിൻ്റെ പ്രാർത്ഥന. ദൈവപിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെ വിട്ടുകൊടുക്കുന്ന യേശു, ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട്, പിതാവിൻ്റെ ഹിതത്തിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക. അങ്ങയുടെ ഹിതം നിറവേറട്ടെ, അവിടുത്തെ ഹിതം നടക്കട്ടെ. ദൈവഹിതമനുസരിച്ച് മനുഷ്യരൂപമെടുത്ത് ഭൂമിയിൽ വന്നു. ഇപ്പോൾ ഇതാ ദൈവഹിതപ്രകാരം കുരിശുമരണത്തിനു വേണ്ടി, പീഡ സഹിക്കാൻ വേണ്ടി തന്നെ വിട്ടുകൊടുത്ത് പീഡകളുടെ വഴിയിലൂടെ, സഹനത്തിൻ്റെ വഴിയിലൂടെ കടന്നുപോയി അവസാനം കുരിശിൽ തറയ്ക്കപ്പെട്ട് കുരിശിൽ മരണം വരിക്കുന്ന യേശു. ആ പിതാവിൻ്റെ ഹിതത്തിന് പൂർണ്ണമായിട്ട് യേശു തന്നെ അടിയറ വെച്ചു. പിതാവിൻ്റെ ഇഷ്ടം. ദൈവദൂതൻ മംഗലവാർത്ത അറിയിച്ചപ്പോൾ പരിശുദ്ധ മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, ദൈവത്തിൻ്റെ ഹിതം, അവിടുത്തെ ഇഷ്ടം പോലെ എന്നിൽ നിറവേറട്ടെ. അവിടെയും ദൈവപിതാവിൻ്റെ ഇഷ്ടത്തിന് പരിശുദ്ധ മറിയം തന്നെ സമർപ്പിക്കുകയാണ്. ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ മുറുകെ പിടിക്കുക. കൂടുതൽ ജപമാല ചൊല്ലുക, കൂടുതൽ പ്രാർത്ഥിക്കുക, പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുക. യേശുവിന് ജന്മം കൊടുത്ത പരിശുദ്ധ അമ്മയുടെ ആ മഹത്വീകരിക്കപ്പെട്ട ശരീരം ഈ മണ്ണിൽ അഴുകിയില്ല. പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അമ്മയുടെ നിത്യമായ ഉറക്കമായിരുന്നു. അമ്മയുടെ ശരീരം ആത്മാവോടുകൂടി, ശരീരത്തോടുകൂടി പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണം, അസംഷൻ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം പറയുന്നു, സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. സ്വർഗത്തിലെ ഏറ്റവും വലിയ അടയാളമായിട്ട് പരിശുദ്ധ മറിയമുണ്ട്. അവൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, സ്വർഗാരോപണം ചെയ്തു. സ്വർഗത്തിൽ മഹത്വപൂർണ്ണയായിട്ട് യേശുവിൻ്റെ ഒപ്പം പരിശുദ്ധ അമ്മയുമുണ്ട്. അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീ, ആ സൂര്യൻ നീതി സൂര്യനായ ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവിനെ ജീവൻ്റെ ഭാഗമായിട്ട് സ്വീകരിച്ച പരിശുദ്ധ അമ്മ. ആ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. എന്നെ സ്നേഹിക്കുന്നവൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവനിൽ വന്ന് വാസമർപ്പിക്കും.
ദൈവം നിന്റെ കൂടെ വസിക്കണമെങ്കിൽ പരിശുദ്ധ മറിയത്തിൻ്റെ ഹൃദയത്തിൽ വസിച്ച ദൈവം, പരിശുദ്ധ മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ പിറന്ന യേശു, ത്രിയേക ദൈവം നിന്റെ ഉള്ളിൽ വസിക്കണമെങ്കിൽ നീ ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് നിന്നെ തന്നെ സമർപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന നൊമ്പരങ്ങളും വേദനകളും സഹനങ്ങളും പീഡകളും അത് സ്വീകരിക്കുവാൻ, ദൈവം നമ്മുടെ മേൽ ചൊരിയുന്ന കൃപാവരങ്ങൾ അത് സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് ദൈവഹിതത്തിന് നമുക്ക് വിട്ടുകൊടുക്കാം. അതിനുവേണ്ടി നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാം. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് നീങ്ങാം. എന്നും കൂടുതൽ കൂടുതൽ ജപമാല ചൊല്ലി മധ്യസ്ഥം പ്രാർത്ഥിക്കുക. അതുപോലെ മാതാവിൻ്റെ ആ കീർത്തനം അത് എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയുടെ ആ ഒരു സംരക്ഷണം എപ്പോഴും നമുക്കുണ്ടാവട്ടെ. നാരകീയ സർപ്പത്തിൻ്റെ തലയെ തകർത്ത അമ്മ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ കുടുംബത്തോടൊപ്പം ഉണ്ട്. നമ്മളെ സഹായിക്കുവാൻ, നമ്മളെ വഴി നടത്തുവാൻ പരിശുദ്ധ അമ്മയെ നമുക്ക് വാഴ്ത്താം. എല്ലാവർക്കും സ്വർഗാരോഹണ തിരുനാളിൻ്റെ എല്ലാ കൃപകളും നന്മകളും ആശംസിക്കുന്നു. അതുപോലെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടി. ആ സ്വാതന്ത്ര്യത്തിൻ്റെ നന്മ നമ്മൾ അനുഭവിക്കുന്നവരാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഭരണാധികാരികൾക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. കർത്താവ് നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ, യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.